ഹലോ മർഹബ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ബു വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ മക്കയിൽ 2 ദിവസം താമസിച്ച് നേരെ ചെല്ലുന്നത് മദീനയിലേക്കാണ്. മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമാക്കപ്പെട്ട മദീനത്തുൽ മുനവ്വറയിലേക്കാണ്. മദീനയിലേക്ക് ചെല്ലുന്നത് ബദറിലൂടെയാണ്. ഈ കാണുന്നതാണ് ബദറിലെ മസ്ജിദുൽ അരീഷ് എന്നറിയപ്പെടുന്നത്. ഈ കാണുന്ന മൈതാനത്തിലാണ് ചരിത്ര സംഭവമായ ബദർ യുദ്ധം നടന്നത്. ഇസ്ലാം ചരിത്രത്തിലെ ആദ്യ പോരാട്ടമാണ് ബദർ യുദ്ധം. അന്ന് സ്വഹാബാക്കൾ യുദ്ധം ചെയ്തതുകൊണ്ടാണ് ഇന്നൊരു പക്ഷേ ഞങ്ങൾക്കിങ്ങനെ മുസ്ലിമായി നടക്കാൻ സാധിക്കുന്നത്. ഈ കാണുന്ന ഹൗളാണ് യുദ്ധത്തിന് കാരണമായത്. ആ കല്ലിൻ്റെ കൂമ്പാരം കണ്ടോ? അവിടെയാണ് മുശ്രിക്കീങ്ങളെ കുഴിച്ചിട്ടത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബദറിലെ സ്ട്രീറ്റാണ്. ഇതാണ് ബദർ സ്ട്രീറ്റ്. വെറും 313 സ്വഹാബാക്കൾ മാത്രമാണ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്തത്. അള്ളാഹുവിൻ്റെ മലായിക്കങ്ങളുടെ സഹായം കൊണ്ടാണ് ബദറിലെ സ്വഹാബാക്കൾ വിജയിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ കാണിച്ച ആ മസ്ജിദുൽ അരീഷിലായിരുന്നു താമസിച്ചത്. ബദർ സന്ദർശിച്ചതിന് ശേഷം ഞങ്ങൾ യാത്ര തിരിച്ചത് ബിഅറു ഷിഫയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിലേക്ക് വരുമ്പോൾ താമസിച്ച ഒരു സ്ഥലമാണ്. അവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണറിൻ്റെ പേരാണ് ബിഅറു ഷിഫ എന്നറിയപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചത് മസ്ജിദുൽ ഖുബയിലേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വന്തം നാടായ മദീനയിലേക്ക്. ഈ കാണുന്നതാണ് മസ്ജിദുൽ ഖുബ എന്നറിയപ്പെടുന്നത്. ഇവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത പ്രതിഫലമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ശനിയാഴ്ചയും മസ്ജിദുൽ ഖുബയിലേക്ക് വരുമായിരുന്നു. പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലെ ഉഹുദിലേക്കാണ്. ആ കാണുന്നതാണ് മദീനയിൽ ഉഹുദ് മലം. ചരിത്രമടങ്ങുന്ന ഉഹുദ് യുദ്ധം നടന്ന ആ സംഭവം ഇവിടെയാണ്. ബദറിൽ മുസ്ലിമീങ്ങൾ വിജയിച്ചെങ്കിലും ഉഹുദിലത ഒരു പരാജയത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് കാണുന്നത്. ഈ കാണുന്നതാണ് മദീനയിലെ ഉഹുദ് പർവ്വതം. മഹാനായ ഹംസത്തുൽ ഖറ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈ ഉഹുദ് പർവ്വതത്തിൻ്റെ അരികിലാണ്. ഈ കാണുന്നതാണ് ഉഹുദ് മസ്ജിദ്. ഇവിടെയാണ് ഹംസത്തുൽ ഖറ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. പിന്നെ ഞങ്ങൾ നേരെ ചെല്ലുന്നത് ഹറമിലേക്കായിരുന്നു. കൊറോണയ്ക്ക് ശേഷം റൗളയിൽ 2 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ അപ്പോയിൻമെൻ്റ് എടുക്കണം. നുസുക്ക് എന്ന ആപ്പിൽ അത് ലഭ്യമാണ്. ഞങ്ങളെടുത്ത സമയം 3:30 മുതൽ 4 മണി വരെയായിരുന്നു. ഒരുപക്ഷെ സുബഹി നിസ്കാരം അതിൽ കിട്ടിയാലോ. ദജ്ജാൽ പ്രവേശിക്കാത്ത 2 സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് മദീനത്തുൽ മുനവ്വറ. ഈ വെള്ളക്കൊട്ടാരങ്ങളെ കണ്ടുകൊണ്ട് ചോദിക്കുമത്രേ, ആ കാണുന്ന കൊട്ടാരം ആരുടേതാണ്? എല്ലാവരും ഒന്നടങ്കം പറയും, ഇത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വെള്ളക്കൊട്ടാരമാണ്. 3:30 കൊടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് സുബഹിയോടടുത്ത് റൗദയിൽ കയറാൻ സാധിച്ചു. ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിവിടെയാണ്. മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എൻ്റെ ഖബറിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗമാണ്. الصلاة
അങ്ങനെ റൗളയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ് നേരെ ചെന്നത് ജന്നത്തുൽ ബഖയിലേക്കാണ്. അവിടുത്തെ സിയാറത്തും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറപ്പെട്ടു. അപ്പോഴാണ് ഈ കാണുന്ന കുട നിവർത്താൻ സമയമായത്. പിന്നെ ഞങ്ങൾ ഖന്തക്കിലേക്കും മസ്ജിദുൽ ഖിബ്ലതൈനിലേക്കും അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര പുറപ്പെട്ടു.